ഹോർമുസ് കടലിടുക്കിൽ ഇറാനെതിരായ ഉപരോധം തിരിച്ചെത്തിയതിന് പിന്നാലെ മൂന്നാം ഘട്ട ആക്രമണം പ്രഖ്യാപിച്ച് US. ഹോർമുസ് കടലിടുക്കിൽ ഇടപെടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇറാന്റെ എല്ലാ ശേഷിയും ഇല്ലാതാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. കൂടാതെ തങ്ങൾ ഇത് മുഴുവൻ നിയന്ത്രിക്കുന്ന സ്ഥിതി വരുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. എന്നാൽ കപ്പൽ ഗതാഗതത്തിന് സുപ്രധാനമായ പാത ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇറാൻ ആവർത്തിച്ചു. അതേസമയം പേർഷ്യൻ ഗൾഫിലൂടെ ചരക്ക് നീക്കം നടത്തുന്ന കപ്പലുകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കാൻ US-ന് 20% ചുങ്കം നൽകണമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആഗോള നിയമങ്ങളുടെ ലംഘനമാകും. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയതിൽ ഒരു ഇന്ത്യൻ കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. ഒമാൻ മേഖലയിലാണ് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത്. 8ഓളം പേർക്ക് പരിക്കേറ്റതായും UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിൽ 6 പേർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UAE പ്രതികരിച്ചു. ഈ ഭീഷണിയെ നേരിടാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകി.